ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്, നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. അവരുടെ കറണ്ട് എനർജി, അവരുടെ ജീവിതത്തിലെ കറണ്ട് എനർജി എന്താണ്, ഇപ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറണ്ട് എനർജി. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ് എന്താണ് ആൻഡ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്. ഓക്കെ, നമുക്കിനി കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്യാം. ദ ഹെർമിറ്റ് കറണ്ട് എനർജി, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബ്ലോക്കേജ് ആൻഡ് 2 ഓഫ് കപ്സ് ആണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. സോ നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേറ്റ് ആണിതെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പല കാര്യങ്ങളും അവസാനിപ്പിച്ച്, ചില കാര്യങ്ങളുടെ അവസാനം വന്നു, പുതിയ കാര്യങ്ങളുടെ തുടക്കം വന്നു, അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റത്തിൻ്റെ ഒരു സ്റ്റേജാണിത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹെർമിറ്റ് എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ ലോൺലി ആയിരിക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമായിരിക്കാം, ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കമ്പാനിയൻസ് ഇല്ലായിരിക്കാം, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണിയിലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വിട്ട് ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, നിങ്ങളുടെ വഴി കണ്ടുപിടിച്ച് നിങ്ങൾ പോകുന്നു, മറ്റാരും പോകാത്ത വഴി കൂടിയൊക്കെ നിങ്ങൾ പോകുന്നു. ഓക്കെ, അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കാം. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളൊന്നും ഫോളോ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ബ്ലോക്കേജ് ഇസ് മണി. പണം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അതൊരു ബ്ലോക്കേജ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കാണുന്നത് 2 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ്. നിങ്ങൾ വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ പരിചയപ്പെടുന്നുണ്ടാവാം, നിങ്ങൾ സ്നേഹം പങ്കിടുന്നുണ്ടാവാം, ഒരു പാർട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ സാധ്യതയുള്ളൊരു പീരീഡ് ആയിരിക്കും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്.